സംഗീത സമാഗമത്തിൻ്റെ ഇന്നത്തെ വേദിയിലേക്ക് ഞാൻ ആദ്യം ക്ഷണിക്കുന്നത് മലയാളത്തിൻ്റെ ഭാവഗായകനായ ശ്രീ കെ.പി. ഉദയഭാനു. നമസ്കാരം. സംഗീത സമാഗമം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് ഞങ്ങൾ ചേട്ടനെ ഈ പരിപാടിയിൽ കൊണ്ടുവരാനായിട്ട് ഒരുപാട് താമസിച്ചു പോയതിന് ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുകയാണ്. കാരണം ആദ്യം ഞങ്ങൾ കൊണ്ടുവരികയും ആദരിക്കുകയും ഞങ്ങൾക്ക് അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യേണ്ട ഒരാളാണ്. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ശ്രമിച്ചപ്പോൾ അന്ന് ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ടൊക്കെയാണ് അങ്ങനെ പറ്റിയത്. എന്തായാലും ഇപ്പോൾ വന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനാണ്. പിന്നെ ചേട്ടന് വ്യക്തിപരമായിട്ട് അറിയാലോ, ഞാനിപ്പോൾ കാണുമ്പോഴും പഴയ പാട്ടുകളെ പറ്റി ഇങ്ങനെ ഒരുപാട് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് പ്രേക്ഷകർക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പലതും എനിക്ക് ചേട്ടൻ്റെ നേരിട്ട് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും ഞാൻ വീണ്ടും ചോദിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് അത് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കൂടുതൽ ഈ ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ള പ്രോഗ്രാമാണ് നടക്കുന്നത്, കൂടുതൽ നടക്കുന്നതും കൂടുതൽ പാട്ടുകളായിട്ട് ആളുകളിലേക്ക് എത്തുന്നത്. ഇപ്പോഴും ഈ പഴയ പാട്ടുകൾ ആളുകൾ ഒരുപാട് സ്വീകരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അമേരിക്കയിൽ പോയിരുന്നു. അപ്പോൾ പതിനൊന്ന് പ്രോഗ്രാം, അപ്പോൾ മുഴുവൻ ഓൾഡ് സോങ്സാണ്. അത് ഈ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുമ്പോൾ അത് മാത്രം കേൾക്കാനുള്ള ആളുകളാണ് വരുന്നത്. യങ്സ്റ്റേഴ്സ് ഒരുപാട് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇതുമായിട്ട് പാട്ടുകളൊന്നും കേട്ടില്ല, അത് ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് പറഞ്ഞു. അവർക്കെല്ലാം ഇഷ്ടമായി എന്ന് പറഞ്ഞു. പഴയ പാട്ടുകൾക്ക് എപ്പോഴും ആക്സെപ്റ്റൻസ് ഉണ്ട്. എല്ലാവരും യുനാനിമസ് ആയിട്ട് പറയുന്നതാണ് പഴയ പാട്ടുകൾ പോലെ വരുന്നില്ല പുതിയ പാട്ടുകൾ. ഒരു കോമ്പറ്റീഷൻ നടന്നാൽ തന്നെ അതിൽ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി വന്നാലും പാടുന്നത് പഴയ പാട്ടുകളായിരിക്കും. എപ്പോഴും മെലഡിക്കുള്ളൊരു അംഗീകാരമാണ്. ഏത് വർഷത്തിലാണ് ശരിക്കും പാടി തുടങ്ങുന്നത്? സിനിമയിൽ പാടി തുടങ്ങി 1956 നായർ പിടിച്ച പുലിവാല്. രാഘവ മാസ്റ്ററായിരുന്നു അന്ന് അത് സംഗീത സംവിധാനം. ഭാസ്കര മാഷാണ് എഴുതിയത്. 1955-56 ടി വാസുദേവനായിരുന്നു പ്രൊഡ്യൂസർ. നായർ പിടിച്ച പുലിവാല് എന്ന സിനിമ, അതാണ് ആദ്യത്തെ ചരിത്രം. ആ പാട്ട് ഓർക്കാൻ പറ്റുന്നുണ്ട്. അതൊരു ഡ്യുവറ്റാണ് ആദ്യം പാടിയത്, സോളോ ഉണ്ട്. ഡ്യുവറ്റ് ഞാൻ പാടാം. വെളുത്ത പെണ്ണേ മനസ്സിലെന്താണ്, വെളുക്കുവോളം കണ്ട കിനാക്കൾ മനസ്സിലുണ്ടല്ലോ, എൻ മനസ്സിലുണ്ടല്ലോ. വെളുത്ത പെണ്ണേ മനസ്സിലെന്താണ്, നിൻ മനസ്സിലെന്താണ്, വെളുക്കുവോളം കണ്ട കിനാക്കൾ മനസ്സിലുണ്ടല്ലോ, എൻ മനസ്സിലുണ്ടല്ലോ. മലർക്കിനാവിൽ വെളിഞ്ഞു വന്ന മാരനാരാണ്, മണിമാരനാരാണ്. മാരനല്ല കിനാവിലുള്ളത് ചോരനാണല്ലോ, ഒരു ചോരനാണല്ലോ. മായുകില്ല മാറിൽ നിന്നും ചോരനവൻ. വെളുത്ത പെണ്ണേ മനസ്സിലെന്താണ്. അത് 1956 അല്ലെങ്കിൽ ഈ നായർ പിടിച്ച പുലിവാല് എന്ന് പറയുന്ന സിനിമ, രാഘവ മാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ മലയാള സിനിമയുടെ നമ്മുടെ ഇൻഡിപെൻഡന്റ് ട്യൂൺ തുടങ്ങുന്നതിൻ്റെ ആദ്യ കാലഘട്ടമാണ്. അപ്പോൾ അന്ന് മറ്റ് സിംഗേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ആരൊക്കെയാണ്? കോഴിക്കോട് അബ്ദുൽ ഖാദർ ഉണ്ടായിരുന്നു, കമുകര പുരുഷോത്തമൻ സാർ, ഉണ്ടായിരുന്നു, മെഹബൂബ് ഉണ്ടായിരുന്നു, കൊച്ചിൻ മെഹബൂബ്. അങ്ങനെ കമുകര പുരുഷോത്തമൻ ഞാൻ അന്ന് എനിക്കറിയില്ല. അന്ന് മെഹബൂബും കോഴിക്കോട് അബ്ദുൽ ഖാദറും ഉണ്ടായിരുന്നു. അന്ന് എം രാജ വന്നിട്ടില്ല. കോഴിക്കോട് അബ്ദുൽ ഖാദറും മെഹബൂബാണ്. അത് രാഘവ മാസ്റ്റർ എല്ലാ പാട്ടുകളും അവരും പാടാറുണ്ട്. നീലക്കുയിലിൽ പാടിയിട്ട് എങ്ങനെ നീ മറക്കും കുയിലേ, പിന്നെ മാനൊന്നും വിളിക്കില്ല മെഹബൂബാണ്. അങ്ങനെ നല്ല നല്ല പാട്ടുകൾ. രാരിച്ചൻ എന്ന പൗരനിൽ പണ്ട് നിന്നെ കണ്ട നാളെയാ പാട്ട് പാടാൻ അറിയാത്ത താമരക്കിളിന്ന്. അത് അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് മലയാള തനിമയുള്ള പാട്ടുകൾ. തമിഴ് പാട്ടുകളുടെ ട്യൂണുകൾ അതെ, അതിനു മുമ്പ് അങ്ങനെയായിരുന്നു. ഇതിപ്പോൾ നീലക്കുയിലിന് ശേഷമാണ് തോന്നുന്നുണ്ട് തനി മലയാളം. 1954 മറ്റാണത് നീലക്കുയിൽ. അതെ, മാനൊന്നും വിളിക്കില്ലേ, കായലരിയത്ത് വലയെറിഞ്ഞപ്പോൾ രാഘവ മാസ്റ്ററാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. ആദ്യത്തെ മലയാള സിനിമയിൽ ആദ്യത്തെ മാപ്പിള പാട്ടാണ് കായലരിയത്ത് വലയെറിഞ്ഞപ്പോൾ. അതെ എന്നാ തോന്നണം. അതെ. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് പിന്നെ ഒരു കാലഘട്ടം മുഴുവൻ കെ.പി. ഉദയഭാനു, കമുകര പുരുഷോത്തമൻ, എം രാജ, അത്തരം സിംഗേഴ്സ് അല്ലേ നമുക്ക്? അതെ, ഇവരൊക്കെയാണ് പാടിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ ഈ പാട്ടിൻ്റെ ഒരു മേക്കിംഗ് എങ്ങനെയായിരുന്നു? എല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ പാട്ടുകളുണ്ട്. അത് എല്ലാവരും കൂടി ഇരുന്ന് പാട്ട് പറഞ്ഞു തരുന്ന സമയത്ത് രാഘവ മാസ്റ്റർ കൂടി ഇരിക്കും, പ്രൊഡ്യൂസർ ഇരിക്കും, എല്ലാവരും കൂടി ഇരുന്നിട്ട് പാട്ട് ട്യൂൺ ചെയ്യും.
എന്നിട്ട് അത് ട്യൂൺ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ട്യൂണിനാണ് പറയും. അങ്ങനെ ഒരുപാട് ആളുടെ കൺസേൺസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു ട്യൂൺ ഉണ്ടാക്കുന്നത്. അത് എന്നിട്ട് നമ്മൾ പാടും. അത് പിന്നെ ഓർക്കസ്ട്ര വെച്ച് ഒരു റിഹേഴ്സൽ നടത്തും, 2-3 റിഹേഴ്സലൊക്കെ നടത്തും. അപ്പോൾ നമുക്ക് പാട്ട് തയ്യാറാവും. പിന്നീട് എപ്പോഴെങ്കിലുമാണ് റെക്കോർഡിങ്.